ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, MD ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം SEBI രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. നമ്മളിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ മെജോറിറ്റി യൂറോപ്യൻ മാർക്കറ്റുകളും ബെറ്റർ ആയിരുന്നു. ഒപ്പം കമോഡിറ്റികൾ നോക്കുകയാണെങ്കിലും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഗോൾഡ് $2331.2 പെർ ഔൺസിനാണ് ഇന്നലെ ജൂൺ ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിലും ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്ന് മോർണിംഗിൽ ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. കോപ്പറാണ് വീണ്ടും റാലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അലുമിനിയം, സിങ്കൊക്കെ ബെറ്റർ ക്ലോസിംഗ് ആണ് ഇന്നലെ നടത്തിയിട്ടുള്ളത്. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കോപ്പർ ഫ്യൂച്ചേഴ്സും അലുമിനിയം ഫ്യൂച്ചേഴ്സും സിങ്ക് ഫ്യൂച്ചേഴ്സ് എല്ലാം ട്രേഡ് ചെയ്യുന്നത്. US മാർക്കറ്റുകൾ ഇന്നലെ നോക്കുകയാണെങ്കിൽ ടെക്നോളജി റാലി തന്നെയാണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ വീണ്ടും മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. ഡൗ ജോൺസ് 176.59 പോയിൻറ്റും അതുപോലെ തന്നെ S&P 500 52.95 പോയിൻറ്റും നാസ്ഡാക്ക് 192.92 പോയിൻറ്റും റസൽ 2000 ഇൻഡെക്സ് 25.7 പോയിൻറ്റും ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് വിക്സ് നോക്കുകയാണെങ്കിൽ S&P 500 വിക്സ് ക്ലോസ് ചെയ്തിട്ടുള്ളത് 13.49 മിനിഞ്ഞാന്നും അത് 13.49 തന്നെയായിരുന്നു. ഇത് സൂചിപ്പിക്കുന്ന ഒരു കൺസോളിഡേഷൻ മോഡിനെയാണ് അമേരിക്കൻ മാർക്കറ്റിൽ. നമ്മുടെ ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ ഇന്നലെ 16.6 ക്ലോസ് ചെയ്തിരുന്നത്. മിനിഞ്ഞാന്ന് 14.62 ആയിരുന്നു. ഇത് സൂചിപ്പിക്കുന്ന ഒരു ഹയർ വൊളാറ്റിലിറ്റീനെ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ തേർഡ് ഫേസ് ഓഫ് പാർലമെൻറ്റ് ഇലക്ഷൻ ഇന്ന് കഴിയുകയാണെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 283 പാർലമെൻറ്റ് സീറ്റുകളിലേക്കുള്ള ഇലക്ഷൻ ഇന്ന് കഴിയും. ടോട്ടൽ സീറ്റ്സ് 543. അപ്പോൾ എലക്ഷൻ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് മാർക്കറ്റിൽ വൊളാറ്റിലിറ്റിയൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം Q4 റിസൾട്ടുകളും മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി ഉണ്ടാക്കിയേക്കാം. അതോടൊപ്പം തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി ഉണ്ടാക്കാവുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. ട്രേഡിംഗ് ടൈം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള റിക്വസ്റ്റ് SEBI റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ബ്രോക്കിംഗ് കമ്മ്യൂണിറ്റിയിൽ ഒരു കൺസെൻസസ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് റിജക്റ്റ് ചെയ്തിട്ടുള്ളത്. തൽക്കാലം ഇപ്പോഴത്തെ ട്രേഡിംഗ് ടൈം കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. അതോടൊപ്പം തന്നെ ICICI സെക്യൂരിറ്റീസിൻ്റെയും ICICI ബാങ്കിൻ്റെയും തമ്മിലുള്ള മെർജറിൽ വലിയ രീതിയിലുള്ള കോൺട്രവേഴ്സികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ SEBIയും എക്സ്ചേഞ്ചുകളൊക്കെ ഇൻ്റർവ്യൂൻ ചെയ്തേക്കാം. ICICI സെക്യൂരിറ്റീസും ICICI ബാങ്കും തമ്മിലുള്ള സ്വാപ്പ് റേഷ്യോയിൽ മാറ്റം വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോഴത്തെ സ്വാപ്പ് റേഷ്യോ 100 ICICI ബാങ്കാണ് 67 ICICI ബാങ്കാണ് 100 ICICI സെക്യൂരിറ്റീസിന് ഓഫർ ചെയ്തിട്ടുള്ളത്. ഇത് ഫണ്ടമെൻ്റൽസ് വെച്ച് നോക്കുമ്പോൾ കുറവാണെന്നാണ് ICICI സെക്യൂരിറ്റീസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാദം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ സ്വാപ്പ് റേഷ്യോയുടെ ഒരു ചേഞ്ച് വരാനുള്ള ചാൻസസ് ഉണ്ട്. HPCL ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ബോണസ് ഇഷ്യൂ ഡിസൈഡ് ചെയ്യാണ്. മെയ് 9 തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒരുപക്ഷെ മറ്റു PSU കമ്പനികളും ബോണസ് ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തേക്കാം. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ്. ഗവൺമെൻറ് എയ്തർ ബോണസ് അല്ലെങ്കിൽ ഹയർ ഡിവിഡൻഡൊക്കെയാണ് ഡിമാൻഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളും അതുപോലെ തന്നെ ധാരാളം റിസർവുകളുള്ള മറ്റ് PSU കമ്പനികളും ബോണസ് ഇഷ്യൂ അനൗൺസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തേക്കാം. വന്ദേ ഭാരത് മെട്രോ ട്രെയിൻസ് 50 ട്രെയിനുകൾക്കുള്ള ഓർഡർ ഈ വർഷം കൊടുക്കുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ വന്ദേ ഭാരത് മെട്രോ ഇൻട്രൊഡക്ഷനും ഈ വർഷം ഉണ്ടാവുമെന്ന് പറയുന്നു. അപ്പോൾ റെയിൽവേ വാഗൺ റിലേറ്റഡ് മാനുഫാക്ചറേഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം, ജൂപ്പിറ്റർ വാഗൺസ്, BEML, RK ഫോർജിങ്സ്, BHEL, ഹിൻഡാൽകോ ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ ലോങ് റണ്ണിൽ ഇത് പോസിറ്റീവാണ്. CG പവറിൻ്റെ റിസൾട്ട് വന്നിരുന്നു. ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ്. അതോടൊപ്പം തന്നെ റെയിൽവേ ഡിവിഷൻ്റെ ഓർഡർ ഇൻടേക്കും അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റിയും ഓൾ ടൈം ഹൈയിലാണ്. ട്രാൻസ്ഫോമർ സ്വിച്ച് ഗിയർ ഡിവിഷൻ്റെ പ്രോഫിറ്റബിലിറ്റിയും ഓൾ ടൈം ഹൈ ആണ്. പൊതുവെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ് CG പവറിനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം സെമി കണ്ടക്ടർ രംഗത്തേക്ക് ഈ കമ്പനി ഇറങ്ങിയിട്ടുണ്ട്. നോവേലിസ് ഹിൻഡാൽകോൻ്റെ US സബ്സിഡിയറി ആണ്. Q1 റിസൾട്ട് അനൗൺസ് ചെയ്തിരുന്നു. സ്ലൈറ്റ്ലി ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒരുപക്ഷെ ഹിൻഡാൽകോ സ്റ്റോക്ക് പ്രൈസിൽ നിന്നുണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഓറിയൻറ്റ് ഇലക്ട്രിക് കമേഴ്സ്യൽ പ്രൊഡക്റ്റ്
പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അവരുടെ ഗ്രീൻഫീൽഡ് പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു തെലങ്കാനയിൽ. സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ് ഓറിയൻ്റ് ഇലക്ട്രിക്കിനെ സംബന്ധിച്ച്. ഇതൊക്കെയാണ് മാർക്കറ്റിലുള്ള ന്യൂസുകൾ എന്ന്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എലക്ഷൻ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒരു പക്ഷേ മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി കൂട്ടാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആവണം. എവരി റൈസിൽ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് എടുക്കാനുള്ള തീരുമാനം നന്നായിരിക്കും. അപ്പം മാർക്കറ്റ് താഴെ വരുമ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഘട്ടമായിട്ട് വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.